ഇപ്പോൾ പണി കിട്ടി മക്കളെ. ഇത് കണ്ട, ടയർ പൊട്ടിക്കുളവായി, ചെതറിപ്പോയി. ഇത് കണ്ട, ഒരു വലിയ ബോൾട്ട് കയറിയതാ വഴിയിൽ നിന്ന് ഇവിടെ വെച്ച്. ഏതൊക്കെയാലും കുഞ്ഞി ഞാനും സേഫായി. അല്ലേ കുഞ്ഞി, നീ സേഫല്ലേ? അപ്പം ഞങ്ങൾ സേഫായിട്ടുണ്ട്. ഇതേ ഒന്നും സംഭവിച്ചിട്ടില്ല വേറെ ഒന്നും. ഇനിയിപ്പോൾ ടയർ നമ്മൾ അടിമാലിയിലെ ഇക്കാനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇക്ക അത് സെറ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇക്ക സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ടയർ കംപ്ലൈൻ്റ് ആണ്. ഏതൊക്കെയാലും ദൈവം സഹായിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ടയർ പൊട്ടിത്തെറിച്ചു എന്ന് മാത്രം. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ മൂന്നാറിലാണുള്ളത്. മൂന്നാറിൽ നിന്നും നമ്മൾ താഴേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ നമ്മൾ മൂന്നാർ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോഴത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ നമ്മൾ പതിയെ മൂന്നാറിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഇന്നലെ നമ്മൾ കിടന്നത് KSRTC ബസ് സ്റ്റാൻഡിലാണ്. നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് റൂം എടുത്ത് തന്നു. അതുകൊണ്ട് അവിടെ നമുക്ക് കിടക്കാൻ പറ്റി. അപ്പോൾ കുഞ്ഞിതേ ഫുഡൊക്കെ കഴിച്ചിട്ട് കയറി കിടന്നതാണ്. കാഴ്ചയൊക്കെ കണ്ട് കിടക്കുകയാണ് പെണ്ണ്. അപ്പോൾ നമ്മൾ കേരള ടു കാശ്മീർ നമ്മുടെ റൈഡ് മൂന്നാറിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. മൂന്നാറിൽ നിന്നും ആരംഭിച്ചു എന്ന് പറയുന്നതല്ല, മൂന്നാറിൽ നിന്നും ഇന്നത്തെ യാത്ര ആരംഭിച്ചാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണിയായി. കാരണം കുറച്ച് വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ബസ് സ്റ്റാൻഡിലിരുന്ന് എഡിറ്റ് ചെയ്ത്. അപ്പോൾ അതിനുശേഷം നമ്മൾ താഴോട്ട് പോരുവാണ്. താഴെയൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന തേയിലത്തോട്ടങ്ങൾ കാണാം. അതുപോലെ തന്നെ ഇവിടെ കൊളുന്ത് നുള്ളാറായ തേയിലത്തോട്ടങ്ങളും നമുക്ക് കാണാൻ പറ്റും. അടിമാലിയിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അടിമാലി ഇറങ്ങി ഇപ്പോൾ അടിമാലി എത്തുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ഇടുക്കി ജില്ലയിലെ ഏകദേശം എല്ലായിടത്തും എത്താൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പോകാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ സൈക്കിൾ തള്ളിയും ചവിട്ടിയും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ളതാണ് പറഞ്ഞത്. മാനസികമായിട്ടും മറ്റു തരത്തിലാണെങ്കിലും ഒരുപാട് പേരുടെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾ കീഴടക്കിയത്. അപ്പോഴത്തെ ഞാൻ ഇവിടുന്ന് മൂന്നാറിൽ നിന്നും ഇറങ്ങുകയാണ്. മൂന്നാറിൽ നമുക്ക് പോയി കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ആനശല്യം ഉള്ളതുകൊണ്ട് സൈക്കിൾ അലൗഡ് അല്ല. ഫോറസ്റ്റ് ഓഫീസേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ അലൗഡ് അല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പോകാഞ്ഞത്. നമ്മൾ കുഞ്ഞിയുമായിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരെ എറണാകുളം ജില്ലയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അടിമാലിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇതാ നമ്മൾ മൂന്നാറിൻ്റെ ദൃശ്യഭംഗിയിൽ നിന്നും എറണാകുളത്തിൻ്റെ സിറ്റി ലൈഫിലേക്ക്, സിറ്റിയിലൊക്കെ ഉള്ളിലോട്ടൊന്നും നമ്മൾ കടന്നു പോകുന്നില്ല. നമ്മൾ മാക്സിമം ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കാനാണ് ശ്രമിക്കാറ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പം നമ്മുടെ യാത്ര മുൻപോട്ട് പോവുകയാണ്. ഈ വഴിയിലൂടെ ഞാൻ മുൻപോട്ട് നീങ്ങുകയാണ്. അപ്പോഴത്തെ നമ്മൾ കുറച്ചുകൂടെ താഴോട്ടിറങ്ങി വന്ന് അപ്പോൾ ഇവിടെയൊക്കെ കടകളുള്ള ഒരു ഏരിയ കിട്ടി. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെയും വൈകുന്നേരത്തെ എല്ലാം കൂടി ചേർത്ത് നമ്മളിച്ച ഫുഡ് കഴിച്ച് ഒന്ന് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. വാഹനങ്ങളുടെ ബാഹുല്യം മൂലം ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. വേണ്ടോ, കാണാൻ എന്നാ ലുക്കാന്ന് നോക്കി. ഫുള്ള് മഞ്ഞ, അടിപൊളി മഞ്ഞക്കിളി. അപ്പം ഞാൻ അപ്പുറത്തോട്ട് ചാടി, ചന്തു വരുന്നതിന് മുമ്പ് അപ്പുറത്തോട്ട് ചാടിയിട്ടുണ്ട്. അപ്പോഴത്തെ നമ്മൾ ഇറങ്ങി വന്ന വഴികളാണ് ആ കാണുന്നത്. ഇത് കണ്ട, അടിപൊളി തേയിലത്തോട്ടത്തിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ ഇറങ്ങി വന്നത്. ആ മുകളിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തിയപ്പോൾ കുറച്ച് കടകൾ കിട്ടി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞിനെ ഒന്ന് ഇറക്കി നടത്തിച്ചു. ഇനി നേരെ അടിമാലിക്കുള്ള യാത്രയാണ്. വണ്ടി ഇടിക്കാതെ നമ്മൾ ഇപ്പുറത്തോട്ട് പോന്നിട്ടുണ്ട്. കണ്ട് ഒരുത്തി ഓടി നടന്നിട്ട് ഓംലെറ്റ് ഒക്കെ കഴിച്ചിട്ട് കിടക്കുക. എന്തേലും പറയാനുണ്ടോ? നിനക്കെന്തേലും പറയാനുണ്ടോ? ഉണ്ടോ? ഉണ്ടോടി? അമ്പടി കള്ളി ഓടെ അഹങ്കാരം കണ്ടോ?
നോക്ക്, ഇതേ ഞാൻ റോഡിൽ ചെല്ലുമ്പോൾ അങ്ങോട്ട് തിരിയും. ഇങ്ങോട്ട് നമ്മൾ ഇറങ്ങി പള്ളിവാസലിലോട്ടെത്തി. പള്ളിവാസൽ സിറ്റി കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ഇറങ്ങിയതാണ്. ഇതാ താഴെ മൂടൽമഞ്ഞൊക്കെ കയറി വരുന്നത് നമുക്ക് കാണാം. ഒരു ചെറിയ തേയിലത്തോട്ടത്തിൻ്റെ സമീപത്താണ് ഞാൻ നിൽക്കുന്നത്. മേളിൽ നിന്നൊക്കെ വണ്ടികൾ, പള്ളിവാസലിൽ നിന്ന് വണ്ടികൾ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോഴത്തെ ഞങ്ങൾ പതിയെ താഴോട്ട് മൂടൽമഞ്ഞ് കയറി വരുന്നതിന് മുമ്പായിട്ട് താഴെ എത്തണം. അവിടെ ചെണ്ടമേളമൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഉത്സവം വല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ താഴെ വലിയ വലിയ ഹോട്ടലുകളൊക്കെ കാണാം പള്ളിവാസലിൻ്റെ. അപ്പോൾ പള്ളിവാസൽ കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് പതിയെ നീങ്ങുകയാണ്. അപ്പോഴത്തേ നമ്മൾ കല്ലാറിലാണുള്ളത്. കല്ലാറിലെ വെള്ളച്ചാട്ടമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ മൂന്നാറിൽ നിന്നൊക്കെ ഇറങ്ങി പള്ളിവാസലൊക്കെ കഴിഞ്ഞ് കല്ലാറിലെത്തിയിട്ടുണ്ട്. പാറക്കല്ലിനെ തട്ടി ഉരുമിട്ട് ഇതാ ഒരു വലിയ വെള്ളച്ചാട്ടം. അങ്ങോട്ടൊക്കെ കയറിപ്പോകാനുള്ള വഴികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അപ്പോൾ കല്ലാറിലെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പോഴത്തെ കല്ലാറൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വന്നിട്ടുണ്ട്. മലയൊക്കെ മഞ്ഞ് മൂടാൻ തുടങ്ങി. കോടയൊക്കെ കയറാറായി. അടിമാലിയിലേക്ക് ഇനി ഒരു 10-12 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അത് നമുക്ക് അത്രയും പെട്ടെന്ന് ഓടിയെത്താമെന്നാണ് വിചാരിക്കുന്നത്. സൈക്കിളിനൊക്കെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബ്രേക്കൊക്കെ കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ ഒരു മലനിരയിൽ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കോടമഞ്ഞൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ താഴോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ പള്ളിക്കത്തോടെ ITI പഠിച്ചൊരു ആളെ കല്ലാറിൽ വെച്ച് കണ്ട് അദ്ദേഹത്തോടൊക്കെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിട്ടാണ് പോരുന്നത്. പുള്ളി പള്ളിക്കത്തോടെ ITI പഠിച്ചതാണ്. അപ്പോൾ നമ്മളിതേ ഹൈവേയുടെ പണി നടക്കുന്നതിൽ നേരെ താഴോട്ട് പോവുകയാണ്. ഓക്കെ. അപ്പോഴത്തെ അടിമാലിക്ക് പോണ വഴിക്കാണ്. ഒരു 8 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സിപ്പ് ലൈൻ കണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ പോയത്. നമ്മൾ കയറുന്നൊന്നുമില്ല. കുഞ്ഞ് കയറാൻ പറ്റാത്തടത്ത് നമ്മൾ കയറുന്നില്ല. അല്ലടി കളി അല്ലേ? അതുണ്ടോ സിപ്പ് ലൈനിൽ ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ടോ? നോക്ക്, കണ്ടോ? സിപ്പ് ലൈനിൽ ആൾക്കാർ ഫ്ലൈ ചെയ്ത് വരുന്നുണ്ട്. ടൂടു ടൂടു പേടിച്ചൂറി ആണ് വരുന്നത്. പേടിച്ച് തൂറി വരുന്നുണ്ട്. ഇതുണ്ടോ? ഹൂ കണ്ടോ? ഇതിൻ്റെ അകത്താണ് വന്ന് കയറുന്നത്. ഇനി നെക്സ്റ്റ് 2 പേഴ്സൺ അങ്ങ് പോയിട്ടുണ്ട്. ഒരു സിംഗിൾ പേഴ്സൺ അങ്ങ് പോയിട്ടുണ്ട്. ഇപ്പോൾ ആ സിംഗിൾ പേഴ്സൺ കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് പതിയെ ഇവിടുന്ന് യാത്ര തിരിക്കാം. കുഞ്ഞി സിപ്പ് ലൈനപ്പാ, നിനക്കുള്ള ബെൽറ്റ് ഇല്ല. ഈ ബെൽറ്റ് മതിയോ? ഈ ബെൽറ്റേ പോകാവോ? നിൻ്റെ ബെൽറ്റേ പോകാവോ? പോവാം. അതിലേ കേട്ടോ. സിംഗിൾ പേഴ്സൺ ഇപ്പോൾ വരുന്നുണ്ട്. റെഡി സ്റ്റഡി ഗോ. ആ സിംഗിൾ പേഴ്സൺ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. ആ പുള്ളി തിരിഞ്ഞു പോയി. പ്ലങ്കെ പുള്ളി റൊട്ടേറ്റ് ചെയ്ത് പോയി. തിരിഞ്ഞു വരുന്നുണ്ട്. ഓക്കെ. അങ്ങനെ വിജയകരമായിട്ട് പുള്ളിയും എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ അത് ഇവിടുന്ന് ഒരാൾ പോകുന്നുണ്ട്. പോയേക്കാം, നമുക്ക് പോവാം. പോടി പോയേക്കാം. നമുക്ക് അടിമാലി ചെല്ലണം കേട്ടോ. ഓക്കെ അല്ലേ? ആ കാശ്മീർ വരെ ഒന്ന് പോയിട്ട് വരാം. അടിമാലി 2 കിലോമീറ്റർ അല്ലേ? എത്ര കിലോമീറ്റർ ഉണ്ട് അടിമാലി? താഴെ എത്തിയല്ലോ. ആ അപ്പത്തെ നമ്മൾ അടിമാലി പട്ടണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അടിമാലി പട്ടണം. കണ്ടോ? താഴെ
സൂര്യകിരണങ്ങളുടെ താഴെ അടിമാലിപ്പട്ടണം. അതിൻ്റെ മുകളിലാണ് ഒരു ഗ്രേറ്റ് സിംഗ് ഉള്ളത്. അത് ഈ പള്ളിയുടെ താഴോട്ടാണ് വരുന്നത്. അവിടുന്ന് അവിടം വരെ ജയിൻറ്റ് സിംഗ് എന്നാണ് അതിൻ്റെ പേര്. ഇപ്പം രണ്ടുപേര് അവിടെ ഊഞ്ഞാലും ഉണ്ട് കേട്ടോ. ജയിൻറ്റ് സിംഗ് ഊഞ്ഞാലും ഉണ്ട്. പിന്നെ അപ്പം നമ്മൾ താഴോട്ട് പോവുകയാണ്. അടിമാലിപ്പട്ടണം ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര. ഈ സ്വിങ്ങിൻ്റെ ഇത് കുഞ്ഞാടി കുഞ്ഞി ഒന്നെടുത്തോട്ടെ. ഇഷ്ടപ്പെട്ടോ? ഒന്നും ചെയ്യില്ല. ഇഷ്ടപ്പെട്ടോ? ഈ ഫോട്ടോ ഇല്ല. അവന്റെ ഫോണിന് വാങ്ങിച്ചിട്ട് വെച്ചത് എടുത്തില്ല. हाँ भाई, मैं कश्मीर जा रहे भाई. कश्मीर? हाँ. कश्मीर कितना दिन लगेगा कश्मीर? कम से कम 2 साल. है 2 साल? हाँ, पूरा स्टेट घूम के बाद में बस 2 साल में आएगा. हाँ, पूरा स्टेट इधर का आसाम का है? नहीं, उड़ीसा उड़ीसा का. अच्छा से जाएगा ना. हाँ. कश्मीर. नहीं, मैं ऐसा बेंगलोर से. नहीं, हाँ, बैंगलोर से कर्नाटक, फिर तमिलनाडु आएगा, फिर आंध्रा जाएगा, फिर मध्य प्रदेश, ऐसा जाके फिर उड़ीसा नहीं जाएगा. वापस आने का टाइम ऐसा जाता है. ऐसे जाके ऐसे सीधा नहीं है. ऐसा जाता है. फिर जब आएगा ना उड़ीसा से घूम के आ जाओ. नहीं, वो उड़ीसा जाते बस ऊपर जाएगा. उड़ीसा से बंगाल जाएगा. बंगाल. हाँ. अच्छा, हमारा उड़ीसा से जाएगा तो थोड़ा पास है. हाँ, अच्छा पास है. उधर से वो मेरा इंस्टाग्राम में ऐड करके रखो. बाद में मैं जाने का टाइम हर दिन फोटो खींच रहे सुबह. बाद में इंस्टा में डालता है. इंस्टा यूट्यूब में. हाँ, यूट्यूब भी है, इंस्टा भी है. इधर पीछे से तो फोटो खींचा तो आपको मालूम पड़ेगा. ये यूट्यूब का है, ये इंस्टा का है. बाद में फॉलो करेगा तो हाँ वही है. കുഞ്ഞ് സെറ്റായിട്ട് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ചാടി അടുത്ത കയ്യിൽ അയച്ച രോമം കാണും. കാരണം കുളിപ്പിച്ചതേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പത്തെ ഓരോരുത്തരുടെ കയ്യിലോട്ട് ചാടുവാണ്. കുഞ്ഞി എവിടെ വയ്യേ. ആ, അത് തന്നെ. പട്ടയെന്ന് എടുത്തു. ഓക്കെ അല്ലേ? സെറ്റായില്ലേടി? സെറ്റല്ലേ? എന്നാ കയറി കിടന്നു. അപ്പത്തെ അടിമാലിയിൽ വന്നപ്പം ഇതേ ആൾക്കാരെല്ലാം നമ്മുടെ കുഞ്ഞിനെയായിട്ട് നടക്കുകയാണ്. എല്ലാവരും ഉണ്ട്. എല്ലാവരും എടുക്കാതെ പോയി. ദേ മുങ്ങുന്ന്. എറണാകുളത്തു നിന്ന് വന്ന ഒരു ടീമാണ്. ഒരു ടൂർ വന്നതാണ്. അപ്പത്തെ ലൈവ് ആ, അടി കൂട്ടി ഒന്ന് പിടിച്ചോളാം. ആ, എന്നടി കുഞ്ഞി പിടിച്ചത് ശരിയല്ല. അതാ അവള് ചാടുന്നു. ഇല്ല മാന്തൊന്നുമില്ല. ഞാൻ എടുക്കാം. അല്ല ഞാൻ എടുക്കാം. ആ, ഞാൻ മൊത്തത്തിൽ കുഞ്ഞി ഫാൻസ് കൂടിയിട്ടുണ്ട്. ആ, എടുത്തിട്ടുണ്ട്. ലൈവല്ല, ഇത് എഡിറ്റ് ചെയ്തേ ഇടത്തുള്ളൂ. അതിനിപ്പം അവരൊന്ന് പൊങ്കളാണ്ടിച്ചോട്ടെ. അപ്പോൾ എല്ലാവരും കുഞ്ഞിനെ അങ്ങ് പിടിച്ചോണ്ടിരിക്കുകയാണ്. ജോക്കൻ്റെ യാത്ര. ആ, തരാം. കുഞ്ഞു വേണേ ബാ. അച്ഛൻ കൊടുത്ത അവർക്ക് ഫോട്ടോ വേണ്ടേ? അപ്പോഴത്തെ എറണാകുളത്ത് നിന്ന് ടൂർ വന്ന പാർട്ടികളാണ്. അവരെല്ലാം വന്ന് കുഞ്ഞിനെ എടുക്കുകയും കുഞ്ഞിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുക. കുഞ്ഞി ഇങ്ങോട്ട് നോക്ക്.
ഇങ്ങോട്ടാ ഡീ ആ നമ്മുടെ ക്യാമറക്കിട്ടേ നോക്കത്തുള്ളൂ, നമ്മുടെ ക്യാമറക്കിട്ടേ നോക്കത്തുള്ളൂ. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഇന്നലെ ചെക്ക് ചെയ്ത കടയാണ്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ സംഭവമൊക്കെ സെറ്റ് ചെയ്തത്. നമ്മുടെ ബ്രേക്കൊക്കെ സെറ്റ് ചെയ്ത കടയാണ് കേട്ടോ. ഈ മനുഷ്യനാണ് എല്ലാത്തിനും ഉത്തരവാദി. ഇനി അങ്ങോട്ട് യാത്രകളുടെ മുഴുവൻ ഉത്തരവാദി ഈ മനുഷ്യനാണ് കേട്ടോ. മറക്കണ്ട, ഇൻഡ് ബൈക്ക്. ഇവർക്ക് ഇവിടെ മാത്രമല്ല, അങ്ങ് തൊടുപുഴയും ഉണ്ട് കട. നീ എവിടെ പോവാ? കുഞ്ഞിയെ കുഞ്ഞി ആ വേണ്ടടി, നമ്മളെ ബൈക്ക് ശരിയാക്കി തന്നെ ഇവരാ. ആ പണിക്കൂലി പോലും വാങ്ങില്ല. പണിക്കൂലി സൗകര്യം എഴുതി വെക്കണം കേട്ടോ. സ്വർണ്ണക്കടയൊക്കെ എഴുതി വെക്കണം. അതിന് നീ വല്ലതും അറിയുന്നുണ്ടോ എങ്ങോട്ടാ പോണെന്ന്? സൂചിച്ചോണ്ടിരിക്കുകയല്ലേ, അവള് സൂചിച്ചിരിക്കുകയല്ലേ. രാവിലെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടി ആ തോറ്റിട്ടടിച്ചു, അതാ താമസിച്ചത്. ആണോ? കുറച്ച് നോക്കി ഇനി ഇനി ഓക്കെ. എന്നെയും കൂടി ചേർത്ത് ഓർമ്മ വെച്ചു. വലുതാ 8 വയസ്സിൽ ചെയ്യാം. ഇൻഡ് ബൈക്കിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ഇന്നലെ ഇവിടെയായിരുന്നു നമ്മുടെ സൈക്കിൾ ഫുൾ ടൈം. വൈകിട്ടാണ് വന്ന് എടുത്തത്. അപ്പോൾ നമ്മൾ പതിയെ നീങ്ങാണ്. നിങ്ങൾ തുറക്കോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ വന്നത്. പിന്നെ ഞായറാഴ്ച വെള്ളിയാഴ്ച അവധിയാണോ? ഇല്ല, 365 ദിവസവും നമ്മൾ ഓണാണ്. അതെ അതെ. അപ്പൊ ശരിക്കാ, അപ്പോഴെല്ലാം പറഞ്ഞ പോലെ. ഓക്കെ.
അപ്പോൾ അമ്മാവൻ തന്ന കണ്ണാടി, അമ്മാവൻ തന്ന ഗോപ്രോയും ഒക്കെ ആയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് പതിയെ നമ്മൾ അടിമാലിയിൽ നിന്നും മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ആക്ഷൻ ക്യാമറ നഷ്ടപ്പെട്ടതിന് ശേഷം വീഡിയോസൊക്കെ വളരെ പുറകോട്ടായിരുന്നു. ഇപ്പോൾ ആക്ഷൻ ക്യാമറയൊക്കെ നമ്മുടെ കയ്യിൽ വന്നു. ഒരു ഗോപ്രോ പഴയ ക്യാമറ നമുക്ക് കിട്ടി. അതുകൊണ്ട് അതുമായിട്ടാണ് ഇപ്പോഴുള്ള നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ അടിമാലിയിൽ നിന്ന് താഴേക്ക് റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. പലയിടത്തും നമ്മൾ ബ്ലോക്കിൽ പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് യാത്ര ചെയ്യുന്നത്. ഒരു സൈഡ് മൊത്തം കരിങ്കല്ല് കെട്ടി മണ്ണിട്ട് എത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് നമ്മൾ പോകുന്നത്. വളവിലൊക്കെ വണ്ടികൾ വന്ന് ബ്ലോക്കായാൽ വലിയ കഷ്ടപ്പാടാണ്. അപ്പോൾ പണി കിട്ടി മക്കളെ. ഇത് കണ്ട, ടയറ് പൊട്ടി കുളമായി, ചെതറിപ്പോയി. ഇത് കണ്ട, ഒരു വലിയ ബോൾട്ട് കയറിയതാ വഴിയിൽ നിന്ന് ഇവിടെ വെച്ച്. ഏതൊക്കെയാലും കുഞ്ഞി ഞാനും സേഫായി. അല്ലേ കുഞ്ഞി, നീ സേഫല്ലേ? അപ്പം ഞങ്ങൾ സേഫായിട്ടുണ്ട്. ഇതേ ഒന്നും സംഭവിച്ചിട്ടില്ല, വേറെ ഒന്നും. ഇനിയിപ്പോൾ ടയറ് നമ്മൾ അടിമാലിയിലെ ഇക്കാനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇക്ക അത് സെറ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇക്ക സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ടയർ കംപ്ലൈൻ്റ് ആണ്. ഏതൊക്കെയാലും ദൈവം സഹായിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ടയർ പൊട്ടിത്തെറിച്ചു എന്ന് മാത്രം. ആ ഭാഗത്ത് വെച്ചാണ് പൊട്ടിത്തെറിച്ചത്. അതുകൊണ്ട് നമ്മൾ സേഫാണ്. ആ വളവ് തിരിഞ്ഞിങ്ങി വരുമായിരുന്നു. അതായത് ആ കടയുടെ അപ്പുറത്ത് വെച്ച്, ആ കട കണ്ടോ, അങ്ങറ്റത്തൊരു കട. ആ കടയുടെ അവിടുന്ന് വളവ് തിരിഞ്ഞിങ്ങി വരുമോ ഒരൊറ്റ പൊട്ടൽ. അടിപൊളിയായിരുന്നു. അപ്പോൾ പൊട്ടലും കഴിഞ്ഞിട്ട് ഞാൻ ഇവിടം വരെ സൈക്കിൾ തള്ളിക്കൊണ്ട് വന്നതാണ്. മനോഹരമായ കാഴ്ചകളിലായിരുന്നു ഞാൻ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ണി. സമയദോഷം എന്ന് പറഞ്ഞാൽ മതി. അല്ല കുഞ്ഞി? ഏതായാലും വെയിലും തണലും ഒക്കെ ഉള്ളിടത്താണ് നിർത്തിയത്. അതുകൊണ്ട് രക്ഷപ്പെട്ട്. കുഞ്ഞി സേഫാണ്. കുഞ്ഞിപ്പണ, നീ സേഫല്ലേ? എല്ലാം തിന്നണ്ടേ? എല്ലാം കഴിക്കണ്ടേ നിനക്ക്? ഇങ്ങനെ കിടന്നാൽ മതിയോ? അപ്പോൾ കുഞ്ഞിനെ ഈ മരച്ചോട്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് പോയി എല്ലാം കഴിക്കണം. ഇവിടെ ഫാസ്റ്റ് ഫുഡ്, ആ ഫുഡ്, ഈ ഫുഡ് ഹോട്ടലുണ്ടോയെന്ന് നോക്കണം. മിനിമൈസ് ഹോട്ടൽസ് ഒന്നുമില്ല ഇവിടെ. ഇവിടെ എല്ലാം ടീ ഷോപ്പ് ആയതുകൊണ്ടാണ് പാട്. ടീ ഷോപ്പ് മാത്രമേ ഉള്ളൂ. തിന്നാൻ കൊള്ളുന്ന ഒരൊറ്റ ഹോട്ടലില്ല. കുറച്ച് വടയും, ഒരു ചീഞ്ഞ വടയും കാണും, ഒരു ചായയും കാണും. വേറെ ഹോട്ടൽസ് എന്ന് പറയാൻ കോഫി ഷോപ്പ്, കൂൾ ബാർ, ഇത് മാത്രമേ ഉള്ളൂ. തിന്നാൻ പറ്റുന്ന ഒരു കടയില്ല. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ജ്യൂസ് ഇരിപ്പുണ്ട്, അതങ്ങ് എടുത്ത് കുടിക്കാം.